കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 2 അപ്ഡേറ്റുകളാണ് നിലവിൽ പുറത്തേക്ക് വന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ISLൻ്റെ 9ാം സീസണിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന താരമായിരുന്നു സൗരഭ് മോണ്ടൽ എന്ന് പറയുന്ന താരം. കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നെത്തിയ ശേഷം അദ്ദേഹം കുറച്ച് അത്യാവശ്യം മത്സരമൊക്കെ കളിക്കുകയും പിന്നീട് മറ്റ് പല ക്ലബ്ബുകളിലേക്ക് ലോണിൽ പോകുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഗോകുലം കേരള FCയിലായിരുന്നു അദ്ദേഹം അവസാനമായി ലോണിൽ പോയിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുകയും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകളൊന്നും കൺവേർട്ട് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പോലും അദ്ദേഹം വളരെ മികച്ച പഠനം അദ്ദേഹം കളിച്ച മത്സരത്തിൽ അദ്ദേഹം കാഴ്ചവെക്കുകയും അദ്ദേഹം ഒരു 3 അസിസ്റ്റോളം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ പരിശീലകനായിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിനാൽ തന്നെ വളരെ മികച്ച പഠനം ഇദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും ഇദ്ദേഹത്തിന് അത്ര കണ്ടൊരു അവസരം ടീമിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതാണ്ട് ഇഷാൻ പണ്ഡിതയുടെ ആ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു, അവസരക്കുറവ് തന്നെയായിരുന്നു ഈ ഒരു താരത്തിനും ഉണ്ടായിട്ടുണ്ടായിരുന്നത് എടുത്തെടുത്ത് പറയേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ പോലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ സോഴ്സിൽ നിന്ന് തന്നെ അവർ റിപ്പോർട്ട്, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ ഹാൻഡിൽ നിന്ന് റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ നിലവിൽ പുറത്താക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഈ ഒരു താരം നിലവിൽ ടീം വിട്ടിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ പുറത്താക്കിയെന്നുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ ഹാൻഡിൽ നിന്നൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സോ അതിനാൽ തന്നെ ഈ ഒരു വാർത്ത നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. സോ അതിനാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കുറച്ച് നിരാശയുണ്ടെങ്കിൽ പോലും ഈ ഒരു താരത്തിന് പകരക്കാരനായിട്ടുള്ള മറ്റൊരു താരത്തെ കൂടി കണ്ടെത്തേണ്ടത് നിലവിൽ മാനേജ്മെൻറ്റ് ആവശ്യകതയാണ്. നിലവിൽ അത്യാവശ്യം കുറേ താരങ്ങളെ തന്നെ, ഡൊമസ്റ്റിക് സൈനിങ്സ് ഉള്ള കുറേ താരങ്ങളെ തന്നെ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. കമൽജിത് സിംഗ് ആവട്ടെ, അതോടൊപ്പം തന്നെ നിലവിൽ സൗരവ് മോണ്ടൽ ആവട്ടെ തുടങ്ങിയ താരങ്ങളൊക്കെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയിരിക്കുകയാണ്. കഴിഞ്ഞു പോയൊരു ICC രാഹുൽ KV പോയി. സോ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് താരങ്ങളെ, ഇവർക്കൊക്കെ ബാക്കപ്പായിട്ട് ഒരുപാട് നല്ല ഓപ്ഷനുകളുള്ള താരത്തെ ISLൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ലീഗുകളിൽ നിന്നോ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ മാനേജ്മെൻറ്റ് തങ്ങളുടെ ടീമിലേക്ക് എത്തിക്കേണ്ട നിലവിൽ അവരുടെ ഒരു ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. അതിനെല്ലാം പുറമെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഡുറൻ കപ്പിൽ നിന്ന് പിന്മാറി എന്നൊരു കാര്യത്തിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ KLO നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് പുറമെ ബംഗളൂരു FC, ചെന്നൈയിൻ FC, മുംബൈ സിറ്റി FC, അതോടൊപ്പം തന്നെ FC ഗോവ തുടങ്ങിയ ഒഡീഷ FC തുടങ്ങിയ ടീമുകളും ഈ ഒരു ടൂർണമെൻറ്റിൽ തന്നെ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ടൂർണമെൻറ്റ് ഉണ്ടാവുകയില്ല എന്നൊരു കാര്യം നിലവിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ ഒരു വാർത്ത സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകൾ നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നതാണ്. സോ അതിനാൽ തന്നെ ഈ ഒരു വാർത്ത ആരാധകർക്ക് അത്ര കണ്ടൊരു ആശങ്ക അല്ലെങ്കിൽ ഇല്ല. കാരണം എങ്കിൽ പോലും ഈ ഒരു കാര്യം കൂടുതലായി അഫക്റ്റ് ചെയ്യുക കേരള ബ്ലാസ്റ്റേഴ്സിനെ തന്നെയായിരിക്കും. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമാണ് നിലവിൽ ഒരു ട്രോഫി പോലും ഇല്ലാത്തത്. സോ അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്. സോ ഈ ടൂർണമെൻറ്റ് പരമാവധി നല്ല മികച്ച ടൂർണമെൻറ്റിൽ തന്നെ കളിച്ച് ആ ഒരു ടൂർണമെൻറ്റ് ജയിക്കാൻ നോക്കുക തന്നെയാണ് വേണ്ടത്. അല്ലാതെ ആ ഒരു സമയത്ത് ടൂർണമെൻറ്റിൽ നിന്ന് മാറി നിൽക്കുകയല്ല വേണ്ടതെന്ന് പല ആരാധകരും അമർഷം കാണിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു വാർത്തയുമായി സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വന്നപ്പോൾ അമർഷം കാണിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. സോ ഇത് ഒരു ആരാധകൻ്റെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം കൃത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇൻസ്റ്റെഡ് ഓഫ് പ്ലേയിങ്, അതായത് ഒരു ടൂർണമെൻറ്റ് കളിക്കുന്നതിന് പകരം ആ ടൂർണമെൻറ്റിൽ മാറി നിൽക്കുന്നത് അത് തീർച്ചയായും ടീമിനെ തന്നെയായിരിക്കും അഫക്റ്റ് ചെയ്യുക. ഇതിനെല്ലാം പിന്നിലുള്ള കാരണമെന്ന് നിലവിൽ ആരാധകർ സംശയിക്കുന്നത് ISLൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റും MRI കോൺട്രാക്റ്റുമായിട്ട് നടക്കുന്ന ആ ഒരു സംഘർഷമാണോ എന്നും നിലവിൽ ആരാധകർക്ക് സംശയമുണ്ട്. സോ അതെല്ലാം കണ്ടു തന്നെ കൃത്യമായി അറിഞ്ഞ് ഒരു ഒരു കൃത്യമായ ഒരു കൺഫർമേഷൻ ലഭിക്കേണ്ടതുണ്ട്. ആരാധകർക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു ആശങ്ക ഒഴിഞ്ഞു പോകത്തുള്ളൂ. അതിനെല്ലാം പുറമെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരുപാട് ഡിപ്പാർച്ചേഴ്സ് ഉണ്ടാകുന്ന, അതായത് ടീം താരങ്ങൾ വിടവാങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇൻകമ്മിങ്സിനെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് സൈനിങ് ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന അമീർ റാണവയുടെ സൈനിങ് മാത്രമേ ആരാധകർക്ക് എടുത്തുനിന്ന് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് നിലവിൽ സാധിക്കുന്നുള്ളൂ. സോ ഉടൻ തന്നെ അടുത്ത ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇൻകമ്മിങ്സ്, അതായത് സൈനിങ്സ് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.